നിങ്ങൾ മൂന്നുപേര് കുറച്ച് കണക്ഷൻ ഉണ്ട്. അവൻ എന്തോന്നും മിണ്ടത്, ഇൻട്രോവേർട്ട് ആണോ അവൻ? അല്ല മാഹിൻ ലാസ്റ്റ് ഡേ പാക്കപ്പ് ഡേ മാത്രമാണ് ഞങ്ങള്. പാക്കപ്പ് ഡേ വന്ന് ഒരു ഉമ്മയൊക്കെ നിന്നിട്ട് ആദ്യമായിട്ട് റൊമാൻറ്റിക്. അപ്പോൾ ഞാൻ അതാ ആലോചിക്കുന്നവന്റെ അവൻ പിന്നെ അതായിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ എല്ലാ റോളും എങ്ങനെയല്ലടാ, അവന്റെ എല്ലാ റോളും എങ്ങനെയാ. മറ്റേ ഷോർട്ട് ഫിലിമിലും അതിനു മുമ്പ് ചെയ്തിട്ടില്ലേ? തീവണ്ടി ടോവിനോട്. അപ്പൊ അതാ ഞാൻ റിയൽ ലൈഫിൽ ലൈനേ ഇല്ലെന്ന് പറഞ്ഞപ്പോ അതാ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. ഇപ്പൊ ഇല്ല എന്തായാലും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ മൂവിയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ നെക്സ്റ്റ് അപ്കമിങ് എന്തെങ്കിലും വർക്ക് അങ്ങനെ എന്തെങ്കിലും? അഭിലാഷത്തിന് ശേഷം ഞാൻ വേറൊരു വെബ് സീരീസ് ചെയ്തു. സുഹാസിനി മാം, രഞ്ജി പണിക്കർ സാറിന്റെ ഒക്കെ ഒപ്പം ഒരു മനോരമ മാക്സിൽ വരുന്ന സോൾട്ട് സ്റ്റോറീസ് എന്ന് പറയും. ത്രൂ ഔട്ട് റോളായിരുന്നു അത് ചെയ്തിട്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി മൂവീസിന്റെ റോൾ മോഡൽസ് ഒക്കെ ഇങ്ങനെ കാണുമല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു നായകനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നായികയാവണം എന്നൊക്കെ. അങ്ങനെ തോന്നിയ ഏതെങ്കിലും റോൾ മോഡൽസ്, നടൻ, നടി, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാ നല്ല പെർഫോമൻസും നമ്മൾ അഡ്മയർ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈവൻ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ഞാൻ മെച്ചോർഡായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞോട്ടോ. സീരിയസ് ക്വസ്റ്റ്യൻ ഞാനല്ല തിരിച്ചു, അവിടെയാണ് തിരിച്ചു. ഓക്കെ. അപ്പൊ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈവൻ ചെറിയൊരു ഇതാണെങ്കിലും നല്ല പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പൊ നമ്മളത് അഡ്മയർ ചെയ്യാറുണ്ട്, നമ്മളതായിട്ട് ഇൻസ്പയർ. ഇപ്പൊ ഈവൻ പടത്തിൽ തന്നെ കിച്ചുവിന്റെ റൊമാൻസ് കണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. റൊമാൻസ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായില്ലേ അതുപോലെ ആ സാധനമൊക്കെ. അച്ഛൻ നടക്കുന്ന സീനൊക്കെ പക്ഷെ അവ അത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ അകത്ത് വല്ല പെർഫ്യൂം ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാം. നല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള പോലെ തോന്നും നമുക്ക്. ഷൂട്ട് സമയത്തും പറഞ്ഞായിരുന്നു എനിക്ക് ആ ഷോർട്ട്, ആ പാട്ടിന്റെ ആ ഒരു നമ്മുടെ ഒരു ഡ്രാമ നടക്കുന്ന പ്ലേ പരിപാടികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പറയാൻ പറഞ്ഞായിരുന്നു? ഇല്ലല്ല, എന്തിനാ ഈവൻ ചെറിയ ഇതുപോലെ ആരുടെ നല്ല നല്ല പെർഫോമൻസ് ആണുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ അതുപോലെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ചാമിയാണ്. എന്നെ ചിരിപ്പിച്ചോണ്ടിരുന്നത് മറ്റേ സ്ലോമോ സീൻസിൽ ഇവൻ നോക്കുമ്പോഴുള്ള സൈഡിൽ ഓരോ കോമഡി പറഞ്ഞു ഇവരെ ട്രോളൊക്കെ ചെയ്യും. അപ്പൊ അതിനെ ഇരുന്ന് ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ അപ്പൊ ഈ ലൊക്കേഷനിൽ ആരെ ഏറ്റവും ഏറിൽ പൊക്കോണ്ടിരുന്നത്? ഇവർ രണ്ടുപേരും പണ്ടേ മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ ഇവരുടെ ഇടയിൽ ഒരു പെൺകുട്ടി, ഇവര് രണ്ടുപേരും ചെറുതുമാണ്. ഒറ്റ ദിവസം വന്ന്, പക്ഷെ സോഷ്യൽ മീഡിയ ഭയങ്കര ക്ലിക്കായി. ഞാൻ കമന്റ്സ് നോക്കുമ്പോ ക്രഷ് അടിച്ചു ഇത് ചെയ്യാനാണ് ഫേക്ക് കൊണ്ടാ സത്യങ്ങളൊന്നും പറയില്ല. ഞാനൊരു സീൻ അതില് മൂവിയിൽ കണ്ട ഏറ്റവും ഇതായെന്ന് വെച്ചാ, ഇപ്പം അവളുടെ തട്ടം കിട്ടുമ്പോ അത് ജാക്കറ്റ് അതിലാണല്ലോ പ്രണയം തോന്നുന്നത്. ആ ഒരു സീനൊക്കെ ഭയങ്കര ഫസ്റ്റ് ടേക്ക് തന്നെയാണ്. ആ ഒരു ഇപ്പം ഐ കോണ്ടാക്റ്റും അങ്ങനത്തെ സീനൊക്കെ എടുത്തത്. ഇങ്ങനത്തെ റൊമാൻറ്റിക് ഫസ്റ്റ് ടൈം ചെയ്യുന്നോണ്ട് ചോദിച്ചതാണ്. അല്ല, ഫസ്റ്റ് ടൈം ചെയ്യുന്നോണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രയും ഞാൻ ചെയ്ത മൂവീസ് എല്ലാം കുറച്ച് സീരിയസ് സാഡ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം റൊമാൻസ് ചെയ്യുന്ന അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടേക്ക് ആണോ വെച്ചാൽ അത് എനിക്ക് ഓർമ്മയില്ല, കാര്യം കുറേ ഷൂട്ട് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സീൻ ഇപ്പോൾ ചാമ്പി പറഞ്ഞ പോലെ ആ തട്ടു വരുന്ന സീനൊക്കെ എല്ലാവർക്കും ഒരുപാട് ക്ലിക്കായി എന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ ഒരു സീൻ ഫസ്റ്റ് ടൈമാണ് ഒരു കാണുന്നത്. അപ്പം ആ ഒരു ഭയങ്കര എല്ലാരും ഏറ്റെടുത്ത ഒരു സീനായിരുന്നു. അപ്പൊ ഞാന് എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, ഞാൻ നോക്കുമ്പോ അവരെല്ലാം ഇടയ്ക്ക് പറയുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെയൊക്കെ നോക്കുന്നത്. ഓക്കെ. ഇതിലിപ്പോ ഒരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസത്തെ ഷൂട്ടിന്റെ വിശേഷങ്ങൾ അവന് ഒന്നുമില്ല പാവത്തിന് പറയാൻ. ഒരു ദിവസത്തിന്റെ വിശേഷങ്ങൾ എന്തുവാ? ഞാൻ അവിടെ ചെന്ന് കണ്ട് മിണ്ടി സാധനം കഴിഞ്ഞ് വന്നു. നിങ്ങൾ അതിനുശേഷം കോണ്ടാക്ട് നിങ്ങൾ ഇന്നാണ് കാണുന്നത്? രണ്ടാമത്തെ ദിവസമാണ് കാണുന്നത്? ഇല്ല, ഞാൻ ഇവനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവനെ ഫോളോ ചെയ്തന്നെ, പക്ഷെ അവൻ അക്സെപ്റ്റ് ചെയ്തിരിക്കും. എന്താടാ ഇത്? അത് ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ വല്ല പെണ്ണുങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇന്ന് നോക്കിയപ്പോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടില്ല. ഒന്നും പറയാൻ
ഇവനായിട്ട് മെസ്സേജ് ഇട്ടുണ്ട്, ഇവളായിട്ട് മെസ്സേജ് ഇട്ടുണ്ട്. അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചില്ല. ഞാൻ കണ്ടിട്ട് മെസ്സേജ് അവനിങ്ങനെ മെസ്സേജ് ആണ് ഫുൾ ഗേൾസ് ഫാൻസാ. ഇവന്റെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ ഭയങ്കര വലിയ ഫാൻ ആണെന്ന്. അപ്പൊ ഇവൻ ഒറ്റയടിക്ക് താങ്ക് യു, അപ്പൊ തന്നെ ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യുന്നു. ഫാനാന്ന് പറഞ്ഞപ്പോ കാറ്റ് കിട്ടിയോ? അല്ല ബ്രോ ബിഗ് ഫാൻ ബ്രോ പറയണേ, നേരത്തെ പറയണേ. അത് ഞാന് ഇത് പിള്ളേരായോണ്ട് ആ ഒരു ക്യാമറയൊക്കെ എണീറ്റ് ഓടാൻ നിൽക്കും, ചേട്ടനൊക്കെ ഇറങ്ങിപ്പോയി. എണീക്കാൻ പറ്റുന്നില്ല. ആ പറഞ്ഞ ഫാൻ ഗേൾ ചേച്ചി പറഞ്ഞാൽ മതി കോമഡിക്ക് മുമ്പ്. കൈവച്ച ആക്ഷൻ ആണ് കോമഡിക്ക് ഉണ്ട്. നീ ഉണ്ടായിരുന്നാ മതി. എനിക്ക് ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ മെസ്സേജ് അപ്പൊ ഓ എന്ത് സന്തോഷം. അപ്പൊ നമ്മള് തിരിച്ചു താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ബ്രോ ഒരു 500 കട കൊടുക്കാണ്ട്. പക്ഷെ കിച്ചുവിന് അങ്ങനല്ല കേട്ടോ. കിച്ചുവിന് ഗേൾസ് ഫാൻസ് ഭയങ്കര ഫാനാണ്, മൂവി കണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഒന്നും മലയാളം അറിയില്ല, ഇംഗ്ലീഷ് ടൈപ്പ് അങ്ങനെ മലയാളം അറിയാത്ത ആൾക്കാരൊക്കെ വേണ്ടിയ സിനിമ സബ്ടൈറ്റിൽ ഇട്ട് കണ്ടു, മലയാളം അറിയില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ദൈവം. അത് മാലിക് അങ്ങനത്തെ മൂവി ഉണ്ട് അപ്പൊ തൊട്ടുള്ള ഫാൻസ് ആണോ അതൊക്കെ? എന്ത് ചെയ്യാൻ. അപ്പൊ ഇവിടെ ബോയ്സ് ഫാൻസ് ബോയ്സ് ഫാൻസ് ഒക്കെ എന്ത് പറഞ്ഞു 200 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. അക്ക അതാണ് തമിഴ് ഫാൻസ് ആണ് കൂടുതൽ. പണ്ട് പണ്ട് പണ്ട്. പക്ഷെ ഇപ്പൊ അല്ല, കേരളത്തിലാണ് കൊറേ ഉണ്ടായിരുന്നു. അത് പൊതുവെ മലയാളി എല്ലാ ഗേൾസ് ഇൻഫ്ലുവൻസേഴ്സിന് കൂടുതലുണ്ടാവും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. ആ എനിക്ക് പക്ഷെ തമിഴ് എന്തോ കമന്റ് ഉണ്ട്, എനിക്ക് വായിക്കാൻ അറിഞ്ഞു. പക്ഷെ വേണ്ട, വേറെ എല്ലാം ആണെങ്കിൽ അത് വേറെ പക്ഷെ ഇപ്പൊ അഭിലാഷ് ഇറങ്ങിയതിന് ശേഷം കൂടുതൽ മലയാളീസ് ആണ്. അപ്പം ഒത്തിരി ഫാൻസ് ഒക്കെ വന്ന് ഇങ്ങനെ ഏജ് കേൾക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചുകുട്ടിയാണ് 10th ആയതേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ 10th നേട്ടപ്പോൾ ഞെട്ടുപോയി. ഞാൻ വെച്ചിട്ട് +2 +1 ഒക്കെ ആയിരിക്കും. ചിലവർ അങ്ങനെ പറയാറുണ്ട്. എന്തോ കുറച്ച് പറഞ്ഞോ. ചിലവര് കണ്ടപ്പം എന്റെ നേരെ മുകളിൽ ഒരു ചേച്ചി ഉണ്ട്, അവളങ്ങാടി മൂത്തതാ ഞാനൊന്ന് ചോദിക്കാറുണ്ട്. ചിലവര് നേരത്തെ അപ്പം എന്ത് പറയും ഞാൻ കൊച്ചുകുട്ടിയാണ് അങ്ങനെ. ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ട് അയ്യോ കുഞ്ഞു കുട്ടിയാണ് നോ പറഞ്ഞിട്ട് പോയവരുണ്ടോ? അവര് ഇപ്പൊ പ്രപ്പോസ് ചെയ്തിട്ട് വേണ്ട പ്രപ്പോസ് ചെയ്തിട്ടില്ല, പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങള്? പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇവള് പ്രപ്പോസ് ചെയ്തിട്ടില്ല, കൊറേ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നീ കണ്ട്? ആ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവനെ ഞാൻ എല്ലാവർക്കും വരാറുണ്ട്, നമുക്ക് മാത്രം ആരും ഒന്നും നോക്കാം. 500 തരുമെന്ന് ഇല്ല, അവനക്ക് വരാറുണ്ട് ഗേൾസ്. നീ അപ്പൊ ഗ്രൂപ്പിൽ വെല്ലോട്ടിയില്ലെന്നോ ഏതൊരു പെണ്ണ്? മറ്റേ ഏത് ഓക്കെ. മഹിന് പിന്നെ ഗേൾസ് ഫാൻസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഗേൾസ് ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ വന്ന് നടക്കുന്ന ഭയങ്കര ഇത് ചെയ്യാൻ ആരും മൈൻഡ് ചെയ്യത്തില്ല. നല്ലത് നോക്കി. നീ ഇപ്പം മുട്ടയിന്ന് വിരിഞ്ഞതേ ഉള്ളൂ, നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ കുഞ്ഞിലെ അങ്ങനെ കേട്ടുള്ളത്. അപ്പൊ സമയമുണ്ട്. കാലം മാറി. എന്താ പടി അനങ്ങ്. ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾ കൊച്ചല്ലേ, പഠിക്കേണ്ട സമയമാണല്ലേ? അല്ല നീ പഠിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ അപ്പൊ ഇനി പ്രേമിക്കാനുള്ള ടൈമാണ്. ഞാൻ തന്തവൈവായല്ലേ എന്റെ ദൈവം. എന്റെ ചേട്ടാ ചെല്ലല്ലോ തള്ള വൈബല്ലേ. കരയണോന്നുണ്ട്, പക്ഷെ കരയത്തില്ല.